+1 ഓർഗാനിക് കെമിസ്ട്രി, അതായത് 8% വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അത് +1 കെമിസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ കൺസെപ്റ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ സിമ്പിളാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫിസിക്സിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അയച്ചുതരാൻ വേണ്ടിയിട്ട്. സോ അതിൽ ജോയിൻ ചെയ്യാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം ഞാൻ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് നോമൻക്ലേച്ചറിനെ പറ്റിയായിരിക്കും. അതിനുശേഷം ഐസോമറിക്സ് എടുക്കും, പിന്നെ റിയാക്ഷൻ മെക്കാനിസം, അതിനുശേഷം ന്യൂക്ലിയോഫൈൽ, ഇലക്ട്രോഫൈൽ, ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരും. അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റും റെസൊണൻസ് എഫക്റ്റും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ നോമൻക്ലേച്ചറിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റും അതേപോലെ തന്നെ ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. മീൻസ് ഇത് ഫുൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ 2-2.5 മണിക്കൂറാവും. മീൻസ് അത് നടക്കുന്ന പരിപാടിയല്ല. സോ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്നാൽ പോരാ, പഠിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇനി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കാർബണിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഇതിൽ നെയിമിങ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്രയുണ്ട്? CH4. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ, അതുകൊണ്ട് അതിന്റെ പേര് മെത്ത്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ, അതുകൊണ്ട് അതിന്റെ പേര് എത്ത്. 3 കാർബൺ ഇവിടെ, അപ്പൊ ഇതിന്റെ പേര് എന്താവും? പ്രൊപ്പ്. 4 കാർബൺ എങ്കിൽ ബ്യൂട്ട്. മനസ്സിലായാ? അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പേര് കൊടുക്കുന്നത്. 5 പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡക്ക്. ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചു നോക്കാം. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 കാർബണുകൾ തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആൽക്കേന്. എന്താണ്? ആൽക്കേന്. അതേപോലെ തന്നെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീന്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈന്. എന്തല്ല? ഈന്, ഈന്, ഐന്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ പേരിടാൻ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ന് നോക്കണ്ടേ എത്ര കാർബൺ ഉണ്ട് നോക്കുക. ഇപ്പൊ ഇവിടെ എത്രയുണ്ട്? 1, 2. അപ്പൊ അതിന്റെ പേര് എത്ത്. എന്നിട്ട് ഇവിടെയുള്ള ബോണ്ട് നോക്കുക. സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ നോക്കുക. ഇവിടെ എന്ത് ബോണ്ടാണ് ഉള്ളത്? ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലേ. അപ്പൊ ആൽക്കെയിന്. അപ്പൊ എന്ത് ചെയ്യാ? എത്തല്ലേ. അതിന്റെ പറഞ്ഞ 2 കാർബൺ ഉള്ളതുകൊണ്ട് എത്ത്. അപ്പൊ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എത്ത് ഏന്. ഓക്കെ, എന്റെ പേര് എത്തേന്ന് കിട്ടി. ഇനി ഇതിന്റെ പേര് മെത്ത്, എത്ത്, പ്രൊപ്പ്. 3 കാർബൺ ഉണ്ട്, അപ്പം പ്രൊപ്പ്. ഇനി എന്താ? സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ നോക്കുക. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ എത്ര ബോണ്ടാ ഉള്ളത് നോക്കുക. ഇവിടെ ഇപ്പൊ മൊത്തം സിംഗിൾ ബോണ്ട് അല്ലേ. അപ്പൊ ആൽക്കൈൻ ഗ്രൂപ്പാ, അതുകൊണ്ട് പ്രൊപ്പ് ഏന്ന് വരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് എത്ര കാർബൺ ഉള്ളത്? 3 അപ്പം പ്രൊപ്പ്. ഇവിടെ ബോണ്ട് ഏതാ ഉള്ളത്? മാക്സിമം ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ ഈന്, പ്രൊപ്പീന്. ഓക്കെ, അപ്പൊ ഒരു വെലിങ്ങനെ ഒരു സാധാരണ ഒരു ചെയിൻ വന്നാൽ അതിന്റെ പേരിടാൻ പഠിച്ചില്ലേ. ഇനി അടുത്ത ബ്രാഞ്ചസ് വന്നാൽ എങ്ങനെയാ പേരിടുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നമുക്ക് ക്ലോറിനോ, ബ്രോമിനോ, അയഡിനോ ഇതൊക്കെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഇതിന് സാധാരണ പേരിടുന്ന പോലെ പേരിടുക. ഇപ്പൊ എത്രയുണ്ട്? 1, 2, എത്ത്. അപ്പൊ എത്ത് ഏന് അല്ലെ. സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളൂ, എത്തേന്. ഇതിന്റെ പേരായി. ബാക്കി ഇതല്ലേ നോക്കണ്ടേ. ഇപ്പൊ ക്ലോറിൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക? ക്ലോറോന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ബ്രോമിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചേർത്ത് കൊടുക്കും? ബ്രോമോന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ അയഡിനാണെങ്കിൽ അയഡോ, അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നോക്കാം. ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? 2 കാർബൺ, എത്ത്. അപ്പം ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത്, എത്ത് ഈന്. ഈ പേര് കിട്ടി. അടുത്ത ഈ ബ്രോമിന്റെ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ? ബ്രോമോ. ബ്രോമിനാകുമ്പോ ബ്രോമോ ഇത്തിന്ന് പേര് കിട്ടി. അടുത്ത് ഇത് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ എന്താ നമ്മൾ സാധാരണ കൊടുക്കാം? എത്ത്, പ്രൊപ്പ്. അപ്പൊ എന്ത് കൊടുക്കും? പ്രൊപ്പെയിൻ അല്ലേ. പ്രൊപ്പെയിൻ. അപ്പം ഇവിടെ ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറോ പ്രൊപ്പൈൻ നമ്മൾ കൊടുക്കും. പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ക്ലോറിൻ ഉള്ളത് 2ാമത്തെ ഈ കാർബണില. ഇവിടെ ഒട്ടാകെ 3 കാർബൺസ് ഉണ്ട്. അതിൽ 2ാമത്തെ കാർബണിലാണ് നമ്മുടെ ക്ലോറിൻ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്പർ ഇട്ട് കൊടുക്കണം. അതായത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. 1, 2, 3. അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. 1, 2, 3. ഇതിൽ ക്ലോറിൻ ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നത് എവിടെയാ? 2 സെയിം തന്നെ അല്ലേ. മീൻസ് ഇവിടെയും 2, ഇവിടെയും 2. അപ്പൊ എന്ത് ചെയ്യാ? 2 ഇട്ട് കൊടുക്കുക. ഫ്രണ്ടില് 2, 2 ക്ലോറോ പ്രൊപ്പൈൻ. നമ്പർ ഇട്ട് കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മളെ കാർബൺ ചെയിനിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന സമയത്ത് എന്താണ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ്? അതായത് CH3 എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് മിത്തൈൽ എന്നാണ്. C2H6 എന്ന് പറഞ്ഞാൽ ഇത്തൈൽ. C3H7 എന്ന് പറഞ്ഞാൽ പ്രൊപ്പൈൽ. ഇതെങ്ങനെയാ പഠിക്കുക? ഇത് പഠിക്കാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ, CH4 എന്ന് പറഞ്ഞാൽ മിത്തൈനാന്ന് അറിയില്ലേ. അതായത് CH4 എന്ന് പറഞ്ഞാൽ മിത്തൈനാന്നുള്ള കാര്യം നമുക്ക് അറിയില്ലേ. അതിൽ നിന്ന് ഒരു H ഓർക്കുക. അപ്പൊ എന്തോ മിത്തൈലാവും. അപ്പൊ C2H6 എന്ന് പറഞ്ഞാൽ എന്താ?
ഇത്തൈനാണ്, അതിൽ ഒരു എച്ച് ഓർക്കുക. അപ്പൊ എന്താവും ഇത്തൈൽ. അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ ബ്രാഞ്ചസ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിങ്ങനെ നമുക്കൊരു ബ്രാഞ്ച് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല. അതിന്റെ പേരന്റ് ചെയിൻ കണ്ടുപിടിക്കുക, വില്ല ചെയിൻ ഇങ്ങനെ കണ്ടുപിടിക്കുക, എത്ര ഇതുണ്ട് നോക്കുക, എത്ര കാർബൺ ഉണ്ട് നോക്കുക. അതിൻ്റെ അകത്ത് 1 2 3 4 5 കാർബൺ ഉണ്ട്. അപ്പൊ പെന്റ് സിംഗിൾ ബോണ്ട് അല്ല. അപ്പൊ പെന്റിൽ നിന്ന് കിട്ടി. രണ്ടാമത് പെന്റിൽ നിന്ന് കിട്ടി. ഇനി ബ്രാഞ്ച് നോക്കുക. ബ്രാഞ്ചിന്റെ പേര് നമ്മൾ ഫസ്റ്റിൽ ഇട്ട് കൊടുക്കുക. ഈ ബ്രാഞ്ച് ഏതാ? മിത്തൈൽ. ഇതാ മിത്തൈൽ ഗ്രൂപ്പ് അല്ലേ ഇത്. അപ്പൊ എന്ത് ചെയ്യാ? എത്ര മിത്തൈലിനാന്ന് കിട്ടിയ മിത്തൈലിന് കിട്ടി. അതിന്റെ നമ്പറിങ് നമ്മൾ ഇനി ചെയ്ത് കൊടുക്കണം. 1 2 3 4 5. ഇങ്ങോട്ട് 5 വരെ എഴുതി. ഇനി ഇങ്ങനെ അങ്ങോട്ടേക്ക് 5 വരെ എഴുതാം. 1 2 3 4 5. 5 കാർബൺ ഉള്ളതുകൊണ്ട് 5 എണ്ണം എഴുതി. ഈ ബ്രാഞ്ച് ഏത് നമ്പറിലാണ് വരുന്നത്? 3. എങ്ങനെ പോയാലും 3-ലല്ലേ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? 3 മിത്തൈൽ പെന്റേന്ന് കിട്ടി ഇതിന്റെ പേര്. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ അല്ലെ? ഒട്ടാകെ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ. അപ്പൊ അതിന്റെ അവസാനത്തെ പേര് പെന്റേന്. സിംഗിൾ ബോണ്ട് അല്ലേ? അല്ലോ, പെന്റേന്ന് കിട്ടി. ഇനി അടുത്ത ബ്രാഞ്ചസ് നോക്കുക. മിത്തൈൽ ബ്രാഞ്ച് തന്നെയാണ്. രണ്ടും മിത്തൈൽ ബ്രാഞ്ച് തന്നെയാണ്. ഇനി എന്ത് ചെയ്യാ? നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുക. എങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കുക? 1 2 3 4 5. ഇങ്ങോട്ടേക്ക് 5 എണ്ണം ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് 5 എണ്ണം ഇട്ട് കൊടുക്കുക. 1 2 3 4 5. ഈ നമ്പർ നോക്കാം. ഈ രണ്ട് ബ്രാഞ്ചസിന്റെ നമ്പർ നോക്കാം. 1 2,3 ആണ്. മറ്റേതാ 3,4 ആണ്. ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടേരം ഏറ്റവും ചെറിയ വാല്യൂസ് വരുന്നത് 3,4. ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടേരം ഏറ്റവും ചെറിയ വാല്യൂസ് വരുന്നത് 2,3. ഇല്ല, ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? ഈ ബ്രാഞ്ചിന് വരുന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 2,3 അല്ല. അപ്പൊ ഇത് എടുക്കുക നമ്മൾ. ഇതിന്റെ വാല്യൂസ് നമുക്ക് കിട്ടി. അതായത് 2,3 മിത്തൈൽ അല്ലേ? എത്ര മിത്തൈൽ ഉണ്ട്? ഡൈമിത്തൈൽ. നോക്കണം, ഇതിപ്പോ ഒരേ ഗ്രൂപ്പിലുള്ള സാധനമാണ് നമുക്ക് ബ്രാഞ്ചസിൽ 2 തവണയോ 3 തവണയോ വരുന്നെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? ഡൈ അല്ലെങ്കിൽ ട്രൈ എന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ 2,3 ഡൈ മിത്തൈൽ പെന്റേൻ, അതിന്റെ പേര് കിട്ടി. ഓക്കെ, ഇത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോറേ. ഓക്കെ അല്ലേ? അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്നാ? 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഒരുമിച്ച് വന്നില്ല അല്ലേ? അപ്പൊ ഒന്നും വേണ്ട, നമ്മളൊന്നും നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ഇടുന്ന പോലെ പേരങ്ങ് ഇട്ട് കൊടുക്കുക. വലിയ ചെയിന് പേര് എഴുതി കൊടുക്കുക. ഇവിടെ ഇപ്പൊ എന്താ? പെന്റേന്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെന്റേന്. അടുത്താണ് പ്രശ്നം. അടുത്ത് എന്ത് ചെയ്യുക? നമ്പർ ഇട്ട് കൊടുക്കുക. 1 2 3 4 5. അവിടെ അതേപോലെ തന്നെ അങ്ങനെ ഇങ്ങോട്ടേക്കോ 1 2 3 4 5. നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ ബ്രാഞ്ചസിന് ഏറ്റവും കുറവ് വാല്യൂസ് വരുന്ന പേരാണ് നമ്മൾ ആദ്യം എഴുതേണ്ടതല്ലേ നമ്മൾ പറഞ്ഞേ. ഇവിടെ ഇപ്പൊ നമ്മൾ ബ്രാഞ്ചസിന്റെ വാല്യൂസ് നോക്കുന്നതാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് 3,4 അങ്ങനെ ഇങ്ങോട്ടേക്ക് 2,3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇത് എടുക്കണം. ഓക്കെ, 3,4 ചെറുതല്ലേ 2,3. അപ്പൊ ഈ ബ്രാഞ്ചസിന്റെ ഈ നമ്പർ നമ്മൾ എടുത്ത് അടുത്ത് എന്ത് ചെയ്യണം? മിത്തൈലാണോ ആദ്യം എഴുതണ്ടേ? ഇത്തൈലാണോ ആദ്യം എഴുതണ്ടേ? അതെങ്ങനെയാ നോക്കുന്ന വെച്ചാല് ഈ ആൽഫബറ്റിന്റെ ഓർഡറിലാണ് ഈ കാര്യം പറയുന്നത്. അതായത് ഈ കഴിഞ്ഞിട്ടല്ലേ എം വരിക. മീൻസ് ABCDയിൽ ഈ കഴിഞ്ഞിട്ടല്ലേ എം വരിക. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ട ഏതാ? ഇത്തൈൽ. അത് കഴിഞ്ഞിട്ട് മിത്തൈൽ എഴുതുക. അതായത് ഇത്തൈലിന്റെ നമ്പർ എത്രയാ? ഇത്തൈൽ ഗ്രൂപ്പിന്റെ നമ്പർ എത്രയാ? ഇവിടെ 3. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 3 ഇത്തൈലിന് എഴുതുക. അതിന് ശേഷം എന്ത് ചെയ്യുക? മിത്തൈൽ ഗ്രൂപ്പിന്റെ നമ്പർ ഇട്ട് കൊടുക്കുക. 2 മിത്തൈലിന് എഴുതുക. 2 മിത്തൈൽ പെന്റേന്. ഓക്കെ, ഈ പേരിടാൻ പഠിച്ചില്ലേ? അടുത്തത് നമ്മളെ ക്വസ്റ്റ്യനിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ COH വന്നാൽ അതിന്റെ സഫിക്സും ഉണ്ടാവും, അതിന് പ്രിഫിക്സും ഉണ്ടാവും. അതായത് സഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എഴുതിയതിന്റെ മീൻസ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ നേരത്തെ പെന്റേൻ എഴുതിയില്ലേ, പെന്റേന്റെ അവസാനം നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സാധനമാണ് എന്ത്? സഫിക്സ്. അതായത് ഇപ്പൊ പെന്റേൻ എഴുതിയിട്ട് അതിന്റെ അവസാനം ഞാൻ ഓയിക് ആസിഡ്, അതായത് പെന്റനോയിക് ആസിഡ് ചേർക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? സഫിക്സ്. ഇനിയിപ്പോ അതല്ല അത് മുന്നിലെ ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചേർക്കണം? ഇത് മാറ്റിയിട്ട് കാർബോക്സി എന്ന് പറഞ്ഞിട്ട് ചേർക്കണം. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ COH ആണ് വന്നില്ലെങ്കിൽ ഓയിക് ആസിഡ് ആയിരിക്കും വരും അതിന്റെ സഫിക്സ് ആയിട്ട്. ഇത് നിങ്ങൾ മൊത്തം പഠിച്ചു വെക്കണം. ഈ സാധനങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളൂ. സോ ഇത് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇപ്പൊ സിന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നൈട്രലിന് എഴുതണം. CH എന്ന് പറഞ്ഞാല് ആള്, CO എന്ന് പറഞ്ഞാല് ഓന്, OH എന്ന് പറഞ്ഞാല് ഓള്, NH2 എന്ന് പറഞ്ഞാല് അമീന്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അതിന്റെ പ്രിഫിക്സും ആണെങ്കിൽ പഠിച്ചു നോക്കുക. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ നോക്ക്, CH3 CH2 COOH. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ മാറ്റി എഴുതിയിട്ടുള്ളത്. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ സിംഗിൾ ബോണ്ടാണ് മൊത്തം ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇതിങ്ങനെ ഒന്ന് മാറ്റി എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എത്ര നമ്മളൊന്നും നോക്കണ്ട, എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണി എടുക്കുക. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 2 3. അപ്പൊ എന്താ പേരെന്നാ? പ്രൊപ്പെയിൻ. അല്ല സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പൊ പ്രൊപ്പെയിൻ. ഇനി എന്ത് ചെയ്യാ, ഇവിടുത്തെ COOH ഇതിന്റെ പേരെന്നാ അപ്പൊ സഫിക്സ് ആയിട്ട് വരുന്നത്? ഓയിക് ആസിഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണോ, ഈ ഇല്ലേ ഇവിടെയുള്ള പ്രൊപ്പെയിന്റെ ഇത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണോ, ഓയിക് ആസിഡ് എന്ന് ചേർത്ത് കൊടുക്കണം. ഇത്രയും പരിപാടി. അപ്പൊ എന്തായി, നമുക്ക് ഇതിന്റെ പേര് കിട്ടി, പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പേര് കിട്ടി. അടുത്തത് HCHO. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. അപ്പൊ അതിന്റെ പേരെന്നാ? മിത്തേന്. മിത്തേന് സിംഗിൾ ബോണ്ടാ, മിത്തേന്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ മാറ്റിട്ട് എന്താ ചെയ്യണം, CHOന്റെ പേരെന്നാ? ആള്. CHOന്റെ പേര് ആള്. അപ്പൊ ഈ മാറ്റിട്ട് ഞാൻ എന്ത് എടുക്കണം, ആള് എഴുതി കൊടുക്കണം. അപ്പൊ മെത്തനാൾ എന്ന് പേര് കിട്ടും. മനസ്സിലായോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്നാ CH3 CH2 CO CH3. അത് ഞാൻ ഇങ്ങനെ വരയിട്ട് എഴുതിയെന്നുള്ളൂ, അതായത് ആൽക്കൈൻ ഗ്രൂപ്പാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്താ ഉള്ളത്? CO എന്ന് പറഞ്ഞാൽ ഓണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഫസ്റ്റ് ഒന്നും നോക്കണ്ട, എത്ര ഉണ്ട് നോക്ക് കാർബൺ. 1 2 3 4. 4 എന്ന് പറഞ്ഞാല് പ്രൊപ്പ ബ്യൂട്ടേൻ. ഓക്കെ, ബ്യൂട്ടേൻ. ഇനി എന്ത് ചെയ്യാ, ഈ മയച്ചറിയാം. എന്നിട്ട് എന്നാ കൊടുക്കേണ്ടത്? ഇവിടെ CO അല്ലേ ഉള്ളത്, COന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സഫിക്സ് ഏതാ? ഓന്. ബ്യൂട്ടനോൺ. മനസ്സിലായാ? പേരിടുന്ന സംഭവം മനസ്സിലായില്ലേ ഫങ്ഷണൽ ഗ്രൂപ്പിന്? ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം. അടുത്തത് എങ്ങനെ ഒരു ബോണ്ട് ലൈൻ സ്ട്രക്ചർ വരയ്ക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മീൻസ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബോണ്ട് ലൈൻ നിങ്ങൾ വരയ്ക്കാം. ഇങ്ങനെ ഒരു ബോണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അതായത് ഇവിടെ തന്നെ ഒരു 2 കാർബൺ ആയി കഴിഞ്ഞ്. അപ്പം നിങ്ങൾ ഇത് പറഞ്ഞാട്ടെ, 1 2 3 4 കാർബൺ ഉണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ വരക്കുക? ഇവിടെ തന്നെ എത്ര കാർബൺ ആയി? 1 2. ഇനി നമുക്ക് എത്ര വേണ്ട? 2 കൂടി വേണം. ഇതാ 3, ഇവിടത്തേക്ക് 4. ഇങ്ങനെയാണ് ഇതിന്റെ ബോണ്ട് ലൈൻ വരക്കുക. ഇനി അടുത്തത് ഇതിന്റെ നമ്മൾ വരക്കണം. ഇതേ സാധനം ബോണ്ട് ലൈൻ ഫോമിൽ ഇതിന്റെ വരക്കണം. അതെങ്ങനെയാ വരക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പേര് കൊടുക്കണം, എന്നിട്ട് അതിന് ശേഷം നമ്പർ കൊടുക്കുക, എന്നിട്ട് വരക്കുക. ഓക്കെ, എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യില്ല, പേരന്റ് ചെയിന് കണ്ടുപിടിച്ച് ഇതാണ് പേരന്റ് ചെയിന്. അതെന്ത് ചെയ്യുക, അതിന് പേര് കൊടുക്കാം. എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റെയിന്. അപ്പം പെൻറ്റെയിൻ. ഇനി അടുത്ത് എന്ത് ചെയ്യുക, നമ്പറിങ് കൊടുക്കണം. 1 2 3 4 5. ഇനി അങ്ങനെ ഇങ്ങോട്ടേക്ക് 1 2 3 4 5. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ചെയിനിന്റെ നമ്പർ എത്രയാ? ചെറിയ നമ്പർ എത്രയാ? 2. അതായത് ഇത് 3 സെയിം ഗ്രൂപ്പ് പെട്ട ഇതാണ് ബ്രാഞ്ചസാ. അതായത് സെയിം ഗ്രൂപ്പിലാകുമ്പോൾ ഞാൻ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡൈ അല്ലെങ്കിൽ ട്രൈ എന്ന് കൊടുക്കേണ്ടി വരും നമ്മൾ. അപ്പൊ എന്താന്ന് കൊടുക്കേണ്ടി വരിക? ഇവിടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ട്രൈ ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ 3 എണ്ണം ഉണ്ട്, CH3 എന്ന് പറഞ്ഞിട്ട് 3 സാധനം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുക, ബ്രാഞ്ചസിന് നെയിം കൊടുക്കുക. അപ്പൊ ആദ്യത്തെ എന്താ? 2,2 മീൻസ് 2 ഒരേ ബ്രാഞ്ചിൽ തന്നെ ഉള്ള. ഈ 2 എന്ന് പറയുന്ന ബ്രാഞ്ചിൽ തന്നെയാണ് CH3 ഉള്ളത്. അപ്പൊ 2,2. അതേപോലെ തന്നെ ബാക്കി എന്നാ മൂന്നാമത്തെ CH3 ഏത് ബ്രാഞ്ചിലുള്ള? 4ാമത്തെ. 2,2,4 ട്രൈ മീത്തൈൽ ഗ്രൂപ്പ് അല്ലേ ഇത്? ട്രൈ മീത്തൈൽ. ഇവിടെ മീത്തൈൽ പെൻറ്റെയിൻ. ഓക്കെ, 2,2,4 ട്രൈ മീത്തൈൽ. ഇങ്ങനെയൊന്നും ഏതാറേ, ഇത് ഒരുമിച്ച് ഏതാണ് കേട്ടാ. ഓക്കെ, ഈ T ക്യാപിറ്റൽ ആയിട്ട് എഴുതാൻ ശ്രമിച്ചോ. അടുത്തത് ഇതിന്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ എങ്ങനെ വരക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. 5 കാർബൺ ആയതുകൊണ്ട് ഞാൻ എന്ത് വരച്ച്? 1 2 3 4 5 ഇങ്ങനെ വരച്ച് 5 കാർബൺ ആയി. ഇനി എന്ത് കണക്ക് സൂചിപ്പിക്കണം? രണ്ടാമത്തേൽ 2 ബ്രാഞ്ചസ് ഉണ്ടല്ലേ. അപ്പൊ 1 2. രണ്ടാമത്തേൽ 2 ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കണം. ഒരു ബ്രാഞ്ച് ആണെങ്കിൽ എനിക്ക് ഒരു വര വരച്ചാൽ മതി. 2 എണ്ണം ആകുമ്പോൾ ഇങ്ങനെ V പോലെ വരക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തേൽ 1 2 3 4. 4ാമത്തേൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഒരു ബ്രാഞ്ച്. അപ്പൊ ഞാൻ എങ്ങനെ വരച്ചായി? ഇങ്ങനെ വരച്ചാൽ മതി. ഇതിന്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് മേ ബി 1 2 മാർക്കിന് ബെൻസിൻ റിങ്ങിന്റെ സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ പറയും. അതായത് ഈ ബെൻസിൻ റിങ്ങിന്റെ വ്യത്യസ്ത സ്ട്രക്ചേഴ്സ് തന്നിട്ട്. അപ്പൊ ഇത് ബെൻസിനാന്ന് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. മീൻസ് ഈ 3 സ്ട്രക്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക ഫസ്റ്റ് തന്നെ. ബെൻസിനാന്ന് എങ്ങനെയാ? C6H6. ഇതാണ് ഇതിന്റെ ഫോമുല ബെൻസിന്റെ. ഇതിൽ നിന്ന് ഒരു H പോയി കഴിഞ്ഞാൽ, ഒരു H പോയി അതിന് പകരം OH വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത്? ഫീനോളിന്റെ സ്ട്രക്ചർ. അതിൽ നിന്ന് ഈ OH പകരം CH3 വന്നാൽ എന്ത്? ടൊളുയിന്റെ സ്ട്രക്ചർ. ഇനിയിപ്പോ ഈ CH3ക്ക് പകരം NH2 വന്നെന്ന് വെച്ചോ, ഇതാണ് എന്ത്? അനിലിന്റെ സ്ട്രക്ചർ. അനിലിൻ. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്
ഞാൻ ഇങ്ങനെ വായിച്ചിരുന്നേ. ഓക്കെ, മനസ്സിലായോ? ഈ 4 സ്ട്രെച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോ. അടുത്തത് നിങ്ങളോട് 2 ബ്രാഞ്ചസ് ഉള്ള ബെൻസിന്റെ സ്ട്രെച്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ പറയും. അപ്പൊ എന്ത് ചെയ്യണ്ടേ? 2 ബ്രാഞ്ചസ് ഉണ്ട്, ആ ബ്രാഞ്ചസ് എവിടെയുള്ളേ നോക്കുക. മീൻസ് ഇപ്പൊ 1-ലും 2-ലും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? 1,2 ഡൈബ്രോമോ ബെൻസിൻ. രണ്ടും ഒരേ തന്നെയല്ലേ, ഒരേ ഗ്രൂപ്പ് തന്നെയല്ലേ. അപ്പൊ ബ്രോമിൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെയല്ലേ. അപ്പൊ എന്ത് ചെയ്യാ? 1,2 ഡൈബ്രോമോ എന്ന് എഴുതണം, ഓക്കെ, ഡൈബ്രോമോ ബെൻസിൻ. ഇപ്പൊ ഇവിടെ നോക്കുക, 1-ലുണ്ട് 3-ലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? 1,3 ഡൈബ്രോമോ ബെൻസിൻ. ഇപ്പൊ 1-ലുണ്ട് 4-ലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? 1,4 ഡൈബ്രോമോ ബെൻസിൻ. ഇതേ സാധനം വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. അതെങ്ങനെ എഴുതാം? ഇത് 1,2 ഇല്ലേ, അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഓർത്തോന്ന് എഴുതാം. അപ്പൊ എന്ത് ചെയ്യാ? ഈ 1,2 പകരം നമ്മൾ എന്ത് ചെയ്താ? ഓർത്തോ ഡൈബ്രോമോ ബെൻസിൻ നടക്കി എഴുതാം. ഇനി അതേപോലെ തന്നെ ഈ 1-ലും 3-ലും ഇല്ലേ ബെൻസിൻ, ബ്രോമിന്, അതിന് പകരം എനിക്ക് എന്ത് ചെയ്താ? മെറ്റാന്ന് എഴുതാം. അപ്പൊ എന്ത് ചെയ്യാ? ഈ 1, 3 കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്താ? എനിക്ക് വേണമെങ്കിൽ മെറ്റാ ഡൈബ്രോമോ ബെൻസിൻ എഴുതാം. ഇനി ഈ 1-ലും 4-ലും ഇല്ലേ, മീൻസ് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുന്ന, അപ്പൊ അതിനെന്ത് പറയാ? പാര. ഓക്കെ, മനസ്സിലായോ? 1,4 ഡൈബ്രോമോ ബെൻസിന് പകരം ഞാൻ എന്ത് ചെയ്താ? പാര ഡൈബ്രോമോ ബെൻസിൻ എഴുതി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ എഴുതാൻ എളുപ്പമല്ലേ? മനസ്സിലായില്ലേ? അടുത്തത് ഞാൻ ഐസോമറിസം പറഞ്ഞുതരാം, സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ 2ാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് എത്തി, ഐസോമറിസം. അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആണോ? അതായത് നിങ്ങളെ ഏതെങ്കിലും ഒരു തരത്തിൽ ചെറുങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എൻ്റെ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം, എന്നാലല്ലേ ഞാൻ ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എടുത്തു തരണ്ടു. സോ അങ്ങനെ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം, ബാക്കി നമുക്ക് സെറ്റാക്കി തരാം, ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. അപ്പോൾ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് 2 കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. അതായത് അതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റമായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എന്നാ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം മാവ് മീൻസ് എന്തെങ്കിലും മാവ്, അതിനെ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ദോശ ഉണ്ടാക്കുന്നത്, ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റല്ലേ? മാവ് സെയിം ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റല്ലേ? മനസ്സിലായാ? ആ കാര്യം ഓർത്ത് വെച്ചായി. ഇത് നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചായി. സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ അതിന്റെ പ്രോപ്പർട്ടീസ് മാറ്റാണ്. ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ബാക്കി എന്ത്? ഇത് 2 തരത്തിലുണ്ട്. എന്ത്? സ്ട്രെച്ചറൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. സ്ട്രെച്ചറൽ ഐസോമറിസം ഞാൻ ഇപ്പം നിങ്ങൾക്ക് സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം പോരെ. നിങ്ങളോട് ഏത് ഐസോമറിസത്തിനെ പറ്റി ചോദിച്ചാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. പിന്നെ ആകെ വ്യത്യാസം വരുന്നതാണ് ഞാൻ എഴുതി കാണിച്ച സാധനത്തിലല്ലോ. അതായത് സ്ട്രെച്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ സ്ട്രെച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം കാർബൺ ചെയിനിൽ വ്യത്യാസം ഉണ്ടാവും. പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനാണ് ചേഞ്ച് വരുന്നത്. എന്തിന്റെ പൊസിഷന്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനാണ് ചേഞ്ച് വരുന്നത്. ഇനി ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് തന്നെ ചേഞ്ച് വരും. മനസ്സിലായാ? അതായത് മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിന് തന്നെ ചേഞ്ച് വരും. അപ്പം കുറെ ആൾക്ക് ഈ മെറ്റാമറിസം എന്താന്നുള്ള കാര്യം അറിയില്ല. എന്താ മെറ്റാമറിസം? അതായത് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിന് ചേഞ്ച് വരുന്നത് ഞാൻ എന്ത് പറയാം? മെറ്റാമറിസം എന്ന് പറയാം. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ ഏതിനാ മാറ്റം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റൂലേ? ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഓരോ ഐസോമറിസവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ചെയിൻ ഐസോമറിസം. നിങ്ങൾ ഈ കാര്യം എഴുതി വെക്കുക ഫസ്റ്റിൽ തന്നെ. ഓഫ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ കാർബൺ ചെയിനിലുള്ള വ്യത്യാസം കൊണ്ട് അത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെക്കുക. ഇതിന്റെ എക്സാമ്പിൾ ആണ് പ്രധാനപ്പെട്ടത്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു കാർബൺ ചെയിൻ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി വെക്കുക, പെന്റേനോ ബ്യൂട്ടേനോ എന്തെങ്കിലും എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ സ്ട്രെച്ചറിൽ ഒരു മാറ്റം വരുത്തുക. മീൻസ് ഇവിടെ ഉള്ളത് ഇവിടത്തേക്കാക്കിയിട്ട് എഴുതിയാലും മതി. അപ്പൊ എന്താ? ഈ സ്ട്രെച്ചറിൽ മാറ്റം വന്നു, അതായത് കാർബൺ ചെയിനിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എഴുതിയ ചെയിനിൽ 5 കാർബണും 12 ഹൈഡ്രജനും ഉണ്ടെങ്കിൽ അതേ ഹൈഡ്രജനും അതേ കാർബണും 2ാമത്തെ ചെയിനിലും ഉണ്ടാവണം. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ ഇപ്പൊ ഞാൻ കാർബൺ 5ഉം ഹൈഡ്രജൻ 12ഉം ആണ്. ഇതിൽ നിങ്ങൾ എണ്ണി നോക്കിയാലും ഇതേ നമ്പറിനെ കിട്ടുക. അതായത് ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. അതല്ലേ നമ്മളെ കോർ ഐഡിയ. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് കാർബൺ ചെയിൻ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഉള്ളത്. ഓക്കെ, അടുത്തത് പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വരുന്ന മാറ്റം കൊണ്ട്. അതായത് ഞാൻ ഇപ്പോൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു ചെയിൻ, കാർബൺ ചെയിൻ ഞാൻ ഇവിടെ എഴുതി എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഞാൻ എടുത്ത് മാറ്റുന്ന,
അതായത് ഇവിടെ ഉള്ളതിനെ ഞാൻ എടുത്ത് ഇവിടത്തേക്ക് വെച്ച് എന്തായി. അപ്പം ഇതിന്റെ പേരിൽ വന്ന മാറ്റം നിങ്ങൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കുക. ആദ്യം ഇതിന്റെ പേര് പ്രൊപ്പനോൾ എന്നായിരുന്നു. ഇവിടുത്തെ ഞാൻ രണ്ടാമത്തെ കാർബണിന്റെ മേലെ വെച്ചാലും അതെന്തായി പ്രൊപ്പൻ 2 ഓളായി മാറി. ഓക്കെ, നിങ്ങൾ ഇവിടെ എഴുതേണ്ട കാര്യം എന്ന് വെച്ചാൽ സി ഇതിന്റെ മോളിക്കുലർ ഫോമുല സെയിം ആണെന്നുള്ള കാര്യം നിങ്ങൾ ഇതിന്റെ സൈഡിൽ എഴുതി വെക്കണം. അതായത് എത്ര C3H6 ആ, C3H8, C3H8 ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോമുല. ഇത് എഴുതി വെക്കുക. മീൻസ് ഇതിന്റെ മോളിക്കുലർ ഫോമുല ആ സെയിം ആണ്, പക്ഷെ ഇതിന്റെ പൊസിഷനിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാത്രമേ മാറ്റമുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെക്കുക. അത്രയേ ആവുള്ളൂ. അടുത്തതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന് പകരം വേറൊരു പകരക്കാരനായിട്ടുള്ള വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സംഭവങ്ങൾ. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ പഠിക്കണം എന്ത്, ഇത് ഐസോമർ പെയേഴ്സ് പഠിക്കണം. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എഴുതുന്നതിന് മുന്നേ ഐസോമർ പെയേഴ്സ് പഠിക്കണം. ഏതല്ല ഈ ഐസോമർ പെയേഴ്സ്? ആൽക്കഹോള് അതേപോലെ തന്നെ ഈതർ, ഇതൊരു ഐസോമർ പെയറാണ്. ഒന്നിക്കൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇതുണ്ട്, എന്നിട്ട് നിങ്ങളോട് പറയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസ് ചെയ്ത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന് പകരം ഇത് അങ്ങ് എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ ആൽഡിഹൈഡിന് പകരം കീറ്റോൺ എഴുതി കൊടുക്കുക. കാർബോക്സിലിക് ആസിഡിന് പകരം എസ്റ്റർ എഴുതി കൊടുക്കുക. ഇനി എസ്റ്റർ ആണെങ്കിൽ അതിന് പകരം കാർബോക്സിലിക് ആസിഡ് എഴുതി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കൊടുക്കുക. ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തിന്റെ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചെയിനിൽ ആൽക്കഹോൾ ആണ് ഉള്ളതെങ്കിൽ അതിനെ മാറ്റിയിട്ട് എന്താക്കുക, ഈതർ ആക്കിയിട്ട് മാറ്റുക. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കണം. അതായത് ഇവിടെയുള്ളത് ഇപ്പൊ C2H6 ഇത് തന്നെയായിരിക്കണം രണ്ടാമത്തേനും. 2 കാർബൺ H6 ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ചിലപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസ് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഏതാ തന്നേന്ന് നോക്കുക. ഇപ്പൊ ആൽഡിഹൈഡാ തന്നെങ്കിൽ അതിന് പകരം എന്ത് എഴുതി കൊടുക്കുക, കീറ്റോൺ എഴുതി കൊടുക്കുക. അത്രേ വേണ്ടു. എന്നിട്ട് ഇതിന്റെ പേരങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാനായി, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇത് തിരിച്ച് എഴുതാനും പറ്റി. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് മെറ്റാമറിസം. മെറ്റാമറിസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ട്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. CH3 ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, അതായത് ഇത് മിത്തൈൽ എന്ന് പറയുന്ന ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇത്. അതേപോലെ തന്നെ ഇത് പ്രൊപ്പൈൽ എന്ന് പറയുന്ന ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് നോക്ക്, ഇത് ഇത്തൈല്, ഇതും ഇത്തൈല്. മീൻസ് ഇത് കണ്ട ഇവിടെയും വ്യത്യാസം കണ്ട, മിത്തൈല് ഇത്തൈല്. എന്നിട്ടും അതിന്റെ മോളിക്കുലർ ഫോമുല നിങ്ങൾ നോക്കിയട്ടെ, C4H10 അതന്നെയല്ലേ, ഇതേ മോളിക്കുലർ ഫോമുല വെച്ചിട്ട് തന്നെയല്ലേ ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്. ഇവിടെ മിത്തൈലാണെങ്കിൽ ഇവിടെ ഇത്തൈലാണ്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് എന്ത്, ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഇതിന്റെ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം. അതായത് ഇതിലെന്നാ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്നാ സംഭവിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ബോണ്ട് ഉണ്ടാവുന്നതെന്ന് അറിയണ്ടേ, എന്നിട്ടല്ല ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ ബോണ്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞുതരാം. അതിപ്പോ 2 ആറ്റംസ് തമ്മിൽ, A എന്ന് പറയുന്ന ആറ്റവും B എന്ന് പറയുന്ന ആറ്റവും, ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ ബോണ്ട് ഉണ്ടാവുക? 2 ഇലക്ട്രോൺസ് കാരണമല്ലേ ഒരു ബോണ്ട് ഉണ്ടാവുക. അതായത് ഇതിന്റെ ഇടയ്ക്ക് 2 ഇലക്ട്രോൺസ് വേണം, അതായത് ഒരു ഇലക്ട്രോൺ പെയർ വേണം. 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് എന്ത് ഉണ്ടാവുമല്ലോ, ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിന്റെ ബ്രേക്കേജ് ഞാനിനി പറഞ്ഞുതരാം. ഇതിൽ ബ്രേക്കേജ് അതായത് ക്ലീവേജ് സംഭവിക്കുന്ന സമയത്ത് എന്താവും, ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഇല്ലേ, ഇത് A എടുക്കും, ഒരു ഇലക്ട്രോൺ A എടുക്കും, അതേപോലെ തന്നെ ഒരു ഇലക്ട്രോൺ ബിയും എടുക്കും. അതായത് A ഒരു ഇലക്ട്രോൺ എടുക്കും, അതേപോലെ തന്നെ B ഒരു ഇലക്ട്രോൺ എടുക്കും. ഇതിനെയാണ് എന്ത് പറയാ, ഫ്രീ റാഡിക്കൽസ് എന്ന്. എന്താ ഉണ്ടാവുക, ഫ്രീ റാഡിക്കൽസ്. ബ്രേക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ഈ കാര്യം നിങ്ങൾ മനസ്സിലായോ? മീൻസ് സിമെട്രിക്കൽ ആയിട്ടുള്ള ബ്രേക്കേജ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് എയും ബിയും തമ്മിൽ സിമെട്രിക്കൽ ആയിട്ടല്ല ബ്രേക്കേജ് സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ എക്കൊന്നും ബിക്കൊന്നും കിട്ടിയേ. എന്നിട്ട് എന്തുണ്ടാവുന്നത്, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത്. ഇതാണ് എന്ത്, ഹോമോലിസിസ്. മനസ്സിലായോ? ഇതാണ് എന്ത്, ഹോമോലിസിസ്. അടുത്ത ഹെട്രോലിസിസ് എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹെട്രോലിസിസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അൺസിമെട്രിക് ആയിട്ടുള്ള ക്ലീവേജാണ്. അതായത് ഈ ബി ഇല്ലേ, ഈ ബി 2 ഇലക്ട്രോൺസും അങ്ങ് എടുക്കും, എക്കൊന്നും കിട്ടൂല. അപ്പൊ എന്താവും, എന്റെ അടുക്ക പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ട് ഇലക്ട്രോൺ വാങ്ങിയാക്കി നെഗറ്റീവ് ചാർജും, ഒന്ന് ഇലക്ട്രോൺ കൊടുത്താക്ക് മൈനസ് ചാർജും. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചായി. അതായത് A+. അപ്പൊ എന്താവും, A+ എന്ന് പറഞ്ഞാല് കാറ്റയോൺ അല്ലേ അത്.
ബി മൈനസ് എന്ന് പറഞ്ഞാല് അത് ഏനയോണ്, കാറ്റയോണും ഏനയോണും ആവും. മനസ്സിലായ? ഇതിനെ തന്നെയാന്ന് പറയുന്നത് കാർബോ കാറ്റയോണും കാർബോ ഏനയോണും പറയും. ഓക്കെ, എന്താ ഉണ്ടാവുന്നത്? കാറ്റയോൺസും ആനിയോൺസും ആണ് എന്തുണ്ടാവുന്നത്? ഹെട്രോലിസിസിൽ അൺസിമെട്രിക് ആയിട്ടുള്ള ക്ലീവേജ് സംഭവിച്ചാൽ ഉണ്ടാകുന്നത്. നേരത്തെ എന്താ ഉണ്ടായ? ഫ്രീ റാഡിക്കൽസ്. ഹോമോലിസിസിൽ ഫ്രീ റാഡിക്കൽസ് ആണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? കാറ്റയോൺസും ആനിയോൺസും. അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഞാൻ ഇത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതി തരാം. ഇനി ഇത് കമ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നേരത്തെ പഠിച്ച സാധനം തന്നെ എഴുതി വെച്ചാൽ മതി. അതായത് സിമെട്രിക് ക്ലീവേജ്, അൺസിമെട്രിക്, ഈ ചാറ്റത്തിന് ഒരു ഇലക്ട്രോൺ കിട്ടൂലും 2 ഇലക്ട്രോൺ കിട്ടും. അതേപോലെ തന്നെ ഫ്രീ റാഡിക്കലാണ് ഫോം ചെയ്യുന്നത്, അയോൺസാണ് ഫോം ചെയ്യുന്നത്. അതോടൊപ്പം ഒരു എക്സാമ്പിൾ ചെയ്തോ, Cl2 Cl Cl പ്ലസ് ആവുന്നു, HCl H പ്ലസ് Cl മൈനസ് ആവുന്നു. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ്, കാർബോ കാറ്റോൺ, കാർബോ ആനിയോൺ, ഇതിൻ്റെ എല്ലാം സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പഠിക്കാം. മീൻസ് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ സിമ്പിൾ ഇട്ടിട്ട് ഇതിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി എഴുതി കാണിച്ചു കൊടുക്കാൻ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സിമ്പിൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. ഫ്രീ റാഡിക്കലിൻ്റെ സിമ്പിൾ എന്നാ, അതായത് ഒരു കാർബണിന്റെ മേലെ ഒരു ഡോട്ട് ഇടുന്നതാണ് എന്ത്? ഫ്രീ റാഡിക്കലിന്റെ സിമ്പിൾ. കാർബോ കാറ്റയോണിന്റെ സിമ്പിൾ എങ്ങനെയാ? ഒരു കാർബണിന്റെ മേലെ പ്ലസ് ഇടുന്നത്, കാറ്റയോൺ അല്ല, അപ്പൊ പ്ലസ് ആയിരിക്കും. അടുത്ത കാർബോ ആനിയോൺ, അപ്പൊ സിയുടെ മേലെ മൈനസ് ഇടുന്നത്, ഇതായിരിക്കും ഇതിന്റെ സിമ്പിൾ. ഇനി ഞാൻ കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ആദ്യം പറഞ്ഞുതരാം. അത് വെച്ചിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചാൽ ബാക്കി രണ്ടിന്റെയും നമുക്ക് സ്റ്റെബിലിറ്റി പറയാനേ ഉള്ളൂ. അപ്പം കാർബോ കാറ്റയോൺ വരക്കുക, C+. ഇതിൽ നിന്ന് ഒരു ബോണ്ട് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കാർബൺ പോകുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? പ്രൈമറി കാർബോ കാറ്റയോൺ. അതേപോലെ തന്നെ ഒരു കാർബണിൽ നിന്ന് 2 കാർബൺ ബ്രാഞ്ചസ് പോകുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? സെക്കൻഡറി കാർബോ കാറ്റയോൺ. അതേപോലെ തന്നെ ഒരു കാർബണിൽ നിന്ന് 3 കാർബൺ പോകുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? ടേഴ്സറി കാർബോ കാറ്റയോൺ. മനസ്സിലായ? അതായത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്താന്നുള്ള കാര്യം മനസ്സിലായ? ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും? അതായത് 3 പോകുന്നത്, ഒരു കാർബണിൽ നിന്ന് 3 പോകുന്നതായിരിക്കും എന്ത്? ഏറ്റവും സ്റ്റേബിൾ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ എന്താ? വെറും സി, ഇവിടെ CH3 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 ഇങ്ങനെ ആയിരിക്കും അല്ലേ? അതായത് ബ്രാഞ്ചസ് ഞാൻ H എടുത്തേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. CH3 എത്ര ഉണ്ട്? 3 ഉണ്ട്. അതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ. ഇനി ഇത് ഇവിടെ CH3, ഇവിടെ CH3, അപ്പൊ ഇവിടെ എന്തായിരിക്കും? CH ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. CH+ ഇവിടെ നടുക്ക്, അത് പുറത്ത് എഴുതി വെച്ച്. CH3 2, അത് മറ്റേത്. മീൻസ് അത് ആദ്യം എഴുതി വെച്ച്. സ്റ്റെബിലിറ്റി ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് വെച്ച്. ഓക്കെ, ഇവിടെ എത്രയായിരിക്കും? CH2, ഇവിടെ CH3, അപ്പൊ ഇവിടെ CH3 CH2. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ പഠിച്ചു നോക്കാം. അപ്പൊ കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതേ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ ആണ് എന്ത്? ഫ്രീ റാഡിക്കൽസിന്റെയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്ലസ് ഇല്ലേ, ഈ പ്ലസിന് പകരം എന്ത് എഴുതി കൊടുക്കണോ? അതിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ഡോട്ട് ഇട്ട് കൊടുക്കുക, എല്ലാത്തിനും ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇതേ സാധനം തന്നെ, മനസ്സിലായ? ഇതേ സാധനം തന്നെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അടുത്തതാണ് എന്ത്? കാർബോ ആനിയോണിന്റെ സ്റ്റെബിലിറ്റി. കാർബോ ആനിയോണിന്റെ സ്റ്റെബിലിറ്റി നിങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ സിമ്പിൾ അങ്ങ് മാറ്റി കൊടുക്കണം. എന്ത് മാറ്റാം? ഫസ്റ്റ് നമ്മൾ എന്താ മാറ്റാം? ഇതിന്റെ സിമ്പിൾ മാറ്റാം. മൈനസ് 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 ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഗ്രേറ്റർ ദാന്റെ സിമ്പിൾ മാറ്റിയിട്ട് ലെസ് ദാന്റെ സിമ്പിൾ അങ്ങ് ഇട്ട് കൊടുക്കുക. മനസ്സിലായ? ഇത് അങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. ഇതേ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് വരുന്ന സമയത്ത് അങ്ങ് മാറ്റി ഒന്ന് ചിന്തിച്ച് ചെയ്യാനുള്ളൂ. മനസ്സിലായ? ഇത്രയും കാര്യമൊക്കെ അല്ലേ. അടുത്ത ന്യൂക്ലിയർ ഫൈൽസും ഇലക്ട്രോ ഫൈൽസും ഞാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ കഴിയാനേ ഇനി 2 ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. അപ്പൊ 4ാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് എന്ത്? ഇലക്ട്രോ ഫൈൽസും ന്യൂക്ലിയർ ഫൈൽസും. ഇത് മിക്കവാറും നിങ്ങളോട് കമ്പയർ ചെയ്ത് എഴുതാനാ പറയാം. അപ്പൊ എന്ത് ചെയ്യാം? ഫൈൽസ് എന്ന് പറഞ്ഞാൽ ലവിങ് എന്ന് അർത്ഥം. അപ്പൊ ന്യൂക്ലിയർ ഫൈൽസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ്, ഇലക്ട്രോ ഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ്. അത് നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. അത് എഴുതിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഇവിടെ ശ്രദ്ധിക്കണം, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ് എന്ത്? ഇലക്ട്രോ ഫൈൽസ്. അതേപോലെ തന്നെ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ് എന്ത്? ന്യൂക്ലിയർ ഫൈൽസ്. ചില ആള് ന്യൂക്ലിയസ് റിച്ച് സ്പീഷീസ് എന്നല്ല എഴുതി വെക്കും. അങ്ങനെ ഒന്ന് എഴുതി വെക്കാറ്. ഇലക്ട്രോൺ ആണ് ഇവിടുത്തെ സാധനം. മനസ്സിലായ? ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ റിച്ച്. അത് നിങ്ങൾ എഴുതി വെക്കാം. പിന്നെ ഇതിന്റെ ചാർജസ് നിങ്ങൾ പറയണം. ഇതൊന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് ചാർജും ന്യൂട്രലും ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എച്ച് ചാർജും ന്യൂട്രലും. അപ്പൊ പോസിറ്റീവ് ചാർജും ആന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? പോസിറ്റീവ് ചാർജുള്ള 2 കോമ്പൗണ്ട്സ് അങ്ങ് എഴുതി വെക്കുക. മനസ്സിലായ? അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ആണെന്ന് ഇവിടെ പറഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യുക? നെഗറ്റീവ് ചാർജുള്ള 2 കോമ്പൗണ്ട്സ് എഴുതി വെക്കുക. അപ്പൊ ഇത് ലൂയിസ് ആസിഡ്സ് ആണ്, ഇത് ലൂയിസ് ബേസ് ആണ്.
ഈ ഒരു 4 പോയിന്റ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അടുത്ത അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5ാമത്തെ ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. അതിൽ തന്നെ ആദ്യത്തെ എഫക്റ്റാണ് എന്ത്? ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇതെന്നാ സംഭവം എന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഈ കാർബൺ ചെയിൻ കൺസിഡർ ചെയ്യും. അപ്പൊ ഈ കാർബൺ ചെയിനിൽ ഈ ബോണ്ടെല്ലാം എന്തായിരിക്കും? സിംഗിൾ ബോണ്ടെല്ലാം സിഗ്മ ബോൺസ് ആയിരിക്കും അല്ലെ? അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, ഇതെല്ലാം സിഗ്മ ബോൺസ് ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഈ ക്ലോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പോളാർ ഗ്രൂപ്പിലുള്ള സാധനമാണ് എന്ത്? ക്ലോറിൻ. അപ്പൊ ഇത് ക്ലോറിൻ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം വലിച്ചെടുക്കും. അപ്പൊ ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചാർജ് എന്തായി മാറും? നെഗറ്റീവ് ചാർജ് ആയി മാറും. അതായത് ഡെൽ മൈനസ് ആയി മാറും. അപ്പൊ ഇലക്ട്രോൺ പോയ ആൾക്കാർക്ക് എന്ത് ചാർജ് കിട്ടും? ഡെൽ പ്ലസ് ചാർജ് കിട്ടും. ഇവിടെ ഡെൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്ത്? 2 ഡെൽ പ്ലസ് ചാർജ് കിട്ടും. അതായത് ചെറിയ എഫക്റ്റ് ഉണ്ടാവും, കുറച്ച് ചാർജ് പോകുന്നല്ലോ. മനസ്സിലായ? ഇവിടെ 3 ഡെൽ പ്ലസ് ചാർജ് കിട്ടും. ഇത്രയും കാര്യം മനസ്സിലായ? അതായത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ഗ്രൂപ്പാണ് എന്ത്? ക്ലോറിൻ. അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്ത് വന്നത്? മൈനസ് ചാർജ് വന്നത്. അപ്പൊ എനക്ക് എന്ത് പറയാ? ഇതിനെ മൈനസ് ഐ എഫക്റ്റ് എന്ന് പറയാം. മൈനസ് ഐ എഫക്റ്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാ? അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കാരണം ഉണ്ടാകുന്ന എന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയിപ്പോ ക്ലോറിന് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ ഞാൻ എന്ത് വിളിക്കും? പ്ലസ് ഐ എഫക്റ്റ് എന്ന് വിളിക്കും. അതായത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആയിരിക്കണം ക്ലോറിന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരൂ? പ്ലസ് ഐ എഫക്റ്റ് വരുള്ളൂ. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഇനിയാണ് ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതേണ്ടത്. ഇതിന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കുക? ഇതേ സാധനം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് സെന്റൻസ് ആക്കി എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ പെർമനന്റ് എഫക്റ്റ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. പെർമനന്റ് എഫക്റ്റ് അറൈസിംഗ് ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തുകൊണ്ട്? പ്രസൻസ് ഓഫ് പോളാർ ഗ്രൂപ്പ് അല്ലേ ക്ലോറിന്? ഇതിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടല്ലേ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അടുത്തത് ഇൻഡക്റ്റീവ് എഫക്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് എന്ത്? ഇലക്ട്രോമെറിക് എഫക്റ്റ്. സെയിം സംഭവം. ഇത് നിങ്ങൾ ഈ ചെയിൻ കൺസിഡർ ചെയ്യുക. ഈ 2 കാർബണുള്ള ഇതിലൂടെ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ ഈ ഡബിൾ ബോണ്ടിൽ ഒന്ന് സിഗ്മ ബോണ്ട് ആയിരിക്കും, മറ്റേത് പൈ ബോണ്ട് ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു അറ്റാക്കിംഗ് റിയാജന്റ് ആഡ് ചെയ്ത് കൊടുത്ത്. എന്താ അറ്റാക്കിംഗ് റിയാജന്റ് എന്ന് പറഞ്ഞാൽ? ഒരു H+ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പൊ എന്താവും? ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ആവും. അതായത് ഈ പൈ ബോണ്ടാണ് ഇവിടെ ബ്രേക്ക് ആവുന്നത്. നേരത്തെ സിഗ്മ ബോണ്ടല്ലേ ബ്രേക്ക് ആയത്? ഇവിടെ എന്താ ബ്രേക്ക് ആവുന്നത്? പൈ ബോണ്ടാ ബ്രേക്ക് ആവുന്നത്. അപ്പൊ ഇവിടെ പൈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇവിടെയുള്ള 2 ഇലക്ട്രോൺസ് ഇല്ലേ, അത് ഈ രണ്ടാമത്തെ CH2 അങ്ങ് എടുക്കും. അപ്പോൾ CH2 എന്താവും? ഒന്നും ഇല്ലാണ്ടാവും. അതായത് CH2ന്റെ ചാർജ് പോയതുകൊണ്ട്, അതായത് ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തോണ്ട് CH2ന്റെ ചാർജ് എന്താവും? പ്ലസ് ആവും. അതേപോലെ തന്നെ ഈ CH2ന്റെ ചാർജ് എന്താവും? മൈനസ് ആവും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? മൈനസ് ആവും. ഇനി എന്തായും? ഈ ഹൈഡ്രജൻ ഇതിന്റെ ഒപ്പം പോയിട്ട് ചേരും. ഇവിടെ ഹൈഡ്രജൻ വന്ന് ചേരും. എന്നിട്ട് ഈ പ്ലസും മൈനസും നമ്മൾ അങ്ങ് മായച്ചു കൊടുക്കുക. എന്തുകൊണ്ട്? പ്ലസും മൈനസും അങ്ങ് ക്യാൻസൽ ആയി പോകും ഇതിൻ്റെ അകത്ത്. കാരണം ഈ CH2ന്റെ മൈനസും ഈ H+ കൂടി ചേർന്നിട്ട് അവിടെ ന്യൂട്രലായി മാറും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഈ ഡെഫിനിഷൻ അങ്ങ് എഴുതി വെക്കുക. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ്. ഇവിടെയുള്ള പൈ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റാക്കിംഗ് റിയേജന്റ്. നേരത്തെ പോളാർ ഗ്രൂപ്പ് ഇല്ലേനോ, ഇവിടെ എന്താ അറ്റാക്കിംഗ് റിയേജന്റാ. അത്രേ മാറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഓർത്തെക്കേണ്ട കാര്യം, ഇതൊരു ടെമ്പററി എഫക്റ്റാ. നേരത്തെ ഉണ്ടായത് ഒരു പെർമനന്റ് എഫക്റ്റാ. ഇത് കമ്പാരിസൺ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതി വെക്കാനുള്ള സാധനമെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ എഴുതി വെച്ചോ. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസൊണൻസ് എഫക്റ്റ്. ഈ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് ട്രിക്ക് വെച്ച് പറഞ്ഞുതരാം. കാരണം കൺസെപ്റ്റ് വെച്ച് പറഞ്ഞാൽ എന്തായാലും തെറ്റിപ്പോകും നിങ്ങളോട്. സോ നിങ്ങൾക്ക് ഞാൻ ഫുള്ള് ട്രിക്ക് വെച്ചിട്ട് ഇത് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലസ് ആർ എഫക്റ്റ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. പ്ലസ് ആർ എഫക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലോൺ പെയർ ഉള്ള ഒരു ബെൻസീൻ റിങ് വേണം. ലോൺ പെയറുള്ള ബെൻസീൻ റിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അനിലിനെ കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് ലോൺ പെയർ ഉണ്ട്, 2 ലോൺ പെയർ ഉണ്ട്. ഓക്കെ, അത് കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതേപോലത്തെ 4 റിങ് അങ്ങ് വരച്ചു വെക്കുക. 4 റിങ് വരച്ച് ഇനി എന്ത് ചെയ്യുക? അവസാനത്തെ റിങ് ഇല്ലേ, അതിൻ്റെ അകത്ത് ഈ ഡബിൾ ബോണ്ട് എല്ലാം നമ്മൾ തിരിച്ചു വെക്കുക. മീൻസ് ഓപ്പോസിറ്റ് ആക്കിയിട്ട് വെക്കുക. ഇപ്പൊ ഇവിടെയല്ലേ ഉള്ള ഡബിൾ ബോണ്ട്, അത് എന്താക്കി വെക്കുക? ഇവിടെ ആക്കിയിട്ട് വെക്കുക. ഇവിടെ ഉള്ളത് ഇവിടെ ആക്കിയിട്ട് വെക്കുക. ഇനി ഇവിടെ ഉള്ളത് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് വെക്കുക. എനിക്ക് ഇതേ സാധനം തന്നെ അങ്ങ് എഴുതി വെക്കുക. NH2 ഡബിൾ ബോണ്ട്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? 1, 3, 5 ഈ പൊസിഷൻ മാർക്ക് ചെയ്യണം. ഏതെല്ലാം ഒന്ന് ആന്റി ക്ലോക്ക് വൈസിൽ ഈ 3 ഇല്ലേ, അതിനകത്ത് 1, 3, 5 എന്ന് പറയുന്ന പൊസിഷൻസ് മാർക്ക് ചെയ്യണം. ആന്റി ക്ലോക്ക് വൈസിൽ 1, ഇവിടെ 3, 1, 2, 3, 4, 5.
ഇവിടെ പൊസിഷൻസ് മാർക്ക് ചെയ്ത്. ഇനി അവിടെ എന്ത് കൊടുക്കാം? ലോൺ പെയറും നെഗറ്റീവ് ചാർജും കൊടുക്കാം. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? ഒന്നാമത്തെ സ്ഥലത്ത് ലോൺ പെയറും നെഗറ്റീവ് ചാർജും. ഇവിടെ ഞാൻ എന്ത് കൊടുത്ത്? ലോൺ പെയറും നെഗറ്റീവ് ചാർജും. ഇവിടെ ഞാൻ എന്ത് കൊടുത്ത്? ലോൺ പെയറും നെഗറ്റീവ് ചാർജും. ഇത്രയും ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ബാക്കി എന്താന്ന് വെച്ചാല് ഇനി എന്ത് ചെയ്യാം? ഡബിൾ ബോണ്ട് NH2 എല്ലാ സ്ഥലത്തും നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ഈ 3 സ്ഥലത്ത് എന്ത് കൊടുക്കാം? ഡബിൾ ബോണ്ട് NH2, ഡബിൾ ബോണ്ട് NH2. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ലോൺ പെയറിന് പകരം പ്ലസ് ചാർജ് കൊടുക്കുക. എന്തുകൊണ്ടാ? ഇവിടെ പ്ലസ് ചാർജ് എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ലോൺ പെയർ വേണം. ലോൺ പെയറിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പ്ലസ് കൊടുക്കാം. അതാണ് ഇവിടെ ഉള്ള സാധനം. അതിനാണ് നമ്മൾ അനിലിൽ എന്ന് പറയുന്ന സാധനം എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെയെല്ലാം പ്ലസ് ഇട്ട് കൊടുത്ത്. ഇനി എന്ത് ചെയ്യാം? ഇനി ഈ ലോൺ പെയർ ടച്ച് ചെയ്യാത്ത സ്ഥലം, അതായത് ഈ ലോൺ പെയർ ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ടച്ച് ചെയ്യാത്ത സ്ഥലത്ത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുത്ത്, ഇനി ഇവിടെ കൊടുക്കാൻ പാടില്ല, ഇവിടെ കൊടുത്ത്. ഇനി ഈ ലോൺ പെയർ എവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും കൊടുത്ത്, ഇവിടെയും കൊടുത്ത്. ഇനി ഈ ലോൺ പെയർ എവിടെയെല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത്, പിന്നെ ഇവിടെ കൊടുത്ത്. ഇത്ര ആയാല് നമ്മളെ റെസൊണൻസ് എഫക്റ്റിന്റെ ഫിഗർ കംപ്ലീറ്റ് ആയി. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. അതിന്റെ ഉത്തരം ഹൈപ്പർ കോൺജുഗേഷനും പ്ലസ് ഐ എഫക്റ്റും. ഹൈപ്പർ കോൺജുഗേഷനും അതേപോലെ തന്നെ പ്യൂരിഫിക്കേഷനും ഞാൻ എടുക്കുന്നില്ല. ഇപ്പം തന്നെ സമയം പുലർച്ചെ 3 മണിയായി. ലൊട്ട എനിക്കിനി ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നാളത്തേക്ക് അപ്ലോഡ് ചെയ്ത് തരണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും ചെയ്യണ്ട, നിങ്ങൾ കമന്റ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീഡിയോ ഇഷ്ടമായാൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക. താങ്ക് യു. ബൈ ബൈ.